ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ എല്ലാ കേക്കിനും ബേസായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് 2 കിലോയോളം തൂക്കം വരും ഐസിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം പ്ലീസ്. അപ്പോൾ ഞാനിന്ന് ഇതുപോലൊരു വലിയ ചരുവത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുകളിലൊരു തട്ടിറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ ഒരു ചായപാത്രത്തിലാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ അതിൻ്റെ അടിയിലും സൈഡിലൊക്കെ ഞാൻ ഒരു പേപ്പർ വെച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അളന്ന് നോക്കിയപ്പോൾ ഒരു 7 ഇഞ്ച് വലിപ്പമുള്ള പാത്രമാണ് കേട്ടോ. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 2 കപ്പ് മൈദ അളന്നെടുക്കുന്നുണ്ട്. അത് നമുക്ക് ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ 2 കപ്പ് മൈദയിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് അതിലോട്ട് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ കേക്ക് മിക്സ് എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും അതും കൂടി ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ ഒരു 6 മുട്ട എടുത്ത് പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 6 മുട്ട നമ്മൾ നല്ല ഉണങ്ങിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, ഒന്ന് അടിച്ചെടുക്കാം. 1 സെക്കൻഡ് ഒന്ന് കറക്കിയെടുക്കാം. കറക്കിയെടുത്തതിലേക്ക് പിന്നെ നമ്മൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇത്രയും ചേർത്ത് നമുക്ക് നല്ലോണം അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്ത മുട്ടയുടെ മിക്സ് ആദ്യം അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് ചേർത്ത് നമുക്ക് മെല്ലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് മാക്സിമം കുറയ്ക്കാനാണ് എനിക്കിഷ്ടം, അതുകൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്യണമൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത ആ ചായപാത്രത്തിലോട്ട് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, ഒന്ന് തട്ടിക്കൊടുക്കാം. നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന ചരുവം 15 മിനിറ്റ് മുമ്പ് തന്നെ ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ചൂട് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ടാകും. അങ്ങനെ ഒരു രീതിയിലാണ് നമുക്ക് ഈ ചരുവം പ്രീ ഹീറ്റ് നമ്മൾ ചെയ്ത് വെക്കേണ്ടത്. അങ്ങനെ ചൂട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി അതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്കിത് അടച്ച് വെച്ച് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റും കൂടെ കയറ്റി വെച്ച് കൊടുക്കാം. നമുക്ക് ബേക്കിംഗ് ടൈം കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലരുടെയും ഗ്യാസിൻ്റെ ബർണറിൻ്റെ വലിപ്പവും അതുപോലെ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൻ്റെ ആ വലിപ്പമൊക്കെ അനുസരിച്ചിട്ടിരിക്കും. ഏകദേശം ഒരു 35 മുതൽ ഒരു 50 മിനിറ്റ് വരെ ആവാം. ഈ വെച്ചിട്ടുള്ള കേക്കിന് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതിൻ്റെ പേരിൽ ഒരു 55 മിനിറ്റെങ്കിലും ഏകദേശം വേണ്ടി വരും. അപ്പം നമുക്ക് നോക്കാം. ഞാനപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഞാനിത് 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് വെന്തിരിപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഈ കേക്ക് ഞാൻ പുറത്തെടുത്ത് വെച്ച് അത്യാവശ്യം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ സൈഡിലൊക്കെ പേപ്പർ വെച്ചേക്കുന്ന കാരണം ഈസി ആയിട്ട് നമുക്കിതിങ്ങനെ പൊക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ 2 കിലോ വെയിറ്റ് വരുന്ന കേക്കാണിത്. ഇത് ഐസിങ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് 2 കിലോ ഉണ്ടാവും. നമുക്കതിൻ്റെ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഞാനിത് കാറിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള കേക്കാട്ടോ, അതുകൊണ്ട് കട്ട് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് 7 ഇഞ്ചിൻ്റെ പാത്രമായിരുന്നു, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ കാർ കേക്കൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ 8 ഇഞ്ചിൻ്റെ പാത്രം എടുത്തോളൂ കേട്ടോ, അപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് കാർ കേക്കിന് ഇത്ര ഹൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത്രയുടെ വൈഡായിട്ടിരിക്കുകയും ചെയ്യും, നമുക്ക് നല്ല ഷേപ്പിന് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് നല്ല അടിപൊളി ഉഷാർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്